റബ്ബ് തആലയെ അനുസരിക്കണം. അനുസരിക്കാൻ അല്ലാഹു പറഞ്ഞവരെ മുഴുവനും അനുസരിക്കണം. ആ അനുസരണേ കുറച്ച് കഴിഞ്ഞാൽ മാറാൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ, ഈ പേച്ചു പോകുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലൊക്കെ ബഹുമതികളും സ്ഥാനമാനങ്ങളും കിട്ടുമ്പോഴേക്ക് ഓല് നിയമത്തിൽ നിന്ന് തെറ്റിപ്പോകും. അല്ലെങ്കിൽ ഓലെ പിന്നാലെ കുറച്ചുകൂടി ആൾക്കാരുണ്ട് എന്ന് കാണുമ്പോ, അല്ലെങ്കിൽ ഓർക്ക് അത്യാവശ്യമൊക്കെ ജീവിക്കാനുള്ള വകുപ്പൊക്കെ ആയി എന്ന് കാണുമ്പോ, അല്ലെങ്കിൽ ഒന്ന് രണ്ട് ബഹുമാനങ്ങളൊക്കെ കറാമത്തായിട്ട് ആരെങ്കിലൊക്കെ പറയുന്നുണ്ട് കേൾക്കുമ്പോഴേക്ക് ഓല് നിയമത്തിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ തെറ്റിപ്പോകാൻ പാടില്ല. എത്ര അങ്ങേ അറ്റത്തെത്തിയാലും അനുസരണം നിർബന്ധമാണ്. അള്ളാഹുവിനെ അനുസരിക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അനുസരിക്കണം. എത്ര ഉയർന്ന ദർജയിലെത്തിയാലും ആ അനുസരണത്തിന് അണു അളവ് മാറാൻ പാടില്ല. അതിലങ്ങനെ ഉറച്ചു നിൽക്കണം. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. അവിടെ സ്വന്തം വീക്ഷണം എങ്ങനെ നോക്കിയിട്ട് എന്നാ നീ കുറച്ച് ഇങ്ങനെ ആയിക്കോട്ടെ എന്നാൽക്ക് മാറലല്ല. അതുകൊണ്ടല്ലേ ശൈഖ് ജീലാനി തങ്ങളെ ഏറ്റവും വലിയൊരു അനുസരണമാണ്. 40 വട്ടം ജനാബത്തുണ്ടായാരേ 40 വട്ടം ഓരുരാ കുളിച്ചോവർ. ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടിട്ട് കുളിക്കാതെ രണ്ടുപേരും ഉറങ്ങുകയാണെങ്കിൽ സ്വകാര്യ അവയവങ്ങൾ കഴുകി ഉളു എടുത്തതിന് ശേഷം ഉറങ്ങണം. അല്ലാതെ ഉറങ്ങുന്നത് കറാഹത്താണ്. നമുക്കൊക്കെ പഠിക്കാനുള്ള മസലയാണ്. ഏറ്റവും അഫ്ളലായ ശൈലി കുളിച്ചുകൊണ്ട് ഉറങ്ങലാണ്. ആ ഉറക്കത്തിലാണ് മരണം വരുന്നതെങ്കിലും ത്വഹാറത്തിലായി മരിക്കാൻ കഴിയും. റഹ്മത്തിന്റെ മലക്കുകളെ സ്വീകരിക്കാൻ കഴിയും. ഏതൊറക്കത്തിലാ നമ്മൾ മരിക്കുക, ഏതൊണർവിലാ മരിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയൂല. റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നതിന് ഒരു കുറവുണ്ടാകാൻ പാടില്ല. അത് ജനാബത്തുള്ള ശരീരമാണെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നതിന് ചെറിയൊരു തടസ്സവും ഒരു കുറവുണ്ടാകും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൻദല റളിയല്ലാഹു അൻഹുവിനെ ഷഹീദായിട്ട് പോലും മലക്കുകൾ കുളിപ്പിച്ചത്. ഉഹദിൽ ഷഹീദായ ഹൻദല റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹൻദല റളിയല്ലാഹു അൻഹുവിനെ മലക്കുകൾ കുളിപ്പിക്കുന്നുണ്ട്. സ്വഹാബത്ത് പോയി നോക്കുമ്പോ തല മുതൽ കാല് വരെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കാണുന്നുണ്ട്. വെള്ളം ഒഴുക്കുന്ന ആൾക്കാരെ കാണുന്നില്ല. മലക്കിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണാനുള്ള കഴിവ് അംബിയായിന് മാത്രമേ അല്ലാഹ് കൊടുത്തിട്ടുള്ളൂ. മലക്കിനെ മനുഷ്യന്റെ രൂപത്തിൽ അമ്പിയാക്കളല്ലാത്തവരും കാണും. മറിയം ബീവി റളിയല്ലാഹു അൻഹാ ആ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ആ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. മറ്റു പല മഹാന്മാരും കണ്ടിട്ടുണ്ട്. മലക്കിന്റെ രൂപത്തിൽ കാണുന്നത് അമ്പിയ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ ഹൻദലയെ മലക്കുകൾ കുളിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഹൻദല റളിയല്ലാഹു അൻഹു കുളിപ്പിക്കുന്നു എന്ന് കേട്ടപ്പോഴേക്ക് സ്വഹാബത്ത് പോയി നോക്കുമ്പോ ശരീരമാസകലം വെള്ളം ഒഴുകുന്നു. എന്തേ കാരണം? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിയാളം വന്നപ്പോ ഞാൻ കുളിക്കാൻ നിന്നാൽ, ജനാബത്ത് ഉയർത്താൻ നിന്നാൽ വിളിക്കുത്തരം ചെയ്യാൻ വൈകിപ്പോകുമോ എന്ന് തോന്നിയിട്ട് പെട്ടെന്ന് തന്നെ മഹാനവർകള് വീട് വിട്ട് ഇറങ്ങി ഓടിപ്പോയി. ഭാര്യയുടെ അടുത്ത് വന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ ഭാര്യ പറഞ്ഞു, ഞാനും എന്റെ ഭർത്താവും ഉച്ചഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോ ഞങ്ങള് നല്ല രൂപത്തിൽ ബന്ധം ചേർന്നിരിക്കുന്ന അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിയാളം വരുന്നത്. ഒരൊട്ടകത്തിന്റെ പുറത്ത് ഒരാൾ അങ്ങനെ പറഞ്ഞു പോകുന്നു, യാ ഖൈലല്ലാഹി ഇർകബി ഇലൽ ജന്നത്തി അസ്റഈ.
അള്ളാഹുവിന്റെ കുതിരപ്പടയാളികളെ പെട്ടെന്ന് യാത്ര ചെയ്യൂ, സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കുതിക്കൂ എന്ന അനൗൺസ്മെന്റ് വന്നപ്പോ ഞാനും എന്റെ ഭർത്താവും തമ്മിൽ ഇണചേർന്നിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇനി കുളിക്കാൻ നിൽക്കുമ്പോഴേക്ക് വഴുകിപ്പോകുമോ എന്ന് കരുതിയിട്ട് ആ അനുസരണത്തിന്റെ ഊക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഓടിയതാണ്. പക്ഷേ റഹ്മത്തിന്റെ മലക്കുകൾക്ക് കുറവ് വരാൻ പാടില്ലല്ലോ, ഷഹാദത്തിന് കുറവ് വരാൻ പാടില്ലല്ലോ. ശുഹദാക്കളല്ലേ, ആയിരക്കണക്കിലധികം വരുന്ന മലക്കുകൾ അവരോടൊപ്പം സദാ സമയത്തും അവരെ മറമാടിയാലും അവരോടൊപ്പം മലക്കുകളുടെ സംബന്ധമില്ലേ. അതിന് കുറവ് വരണ്ടാന്ന് കരുതിയിട്ട് ശുഹദായിനെ കുളിപ്പിക്കാൻ നമ്മോട് കൽപ്പനയില്ല. പക്ഷേ അല്ലാഹു നൽകിയ ഡയറക്റ്റായ ബഹുമാനമാണ്, മലക്കുകളെ വിട്ട് കുളിപ്പിച്ചു. ഞാൻ എന്തിനാ പറഞ്ഞത് എന്നറിയോ? ജനാപത്തുകാരായിട്ട് ഉറങ്ങുന്നതിനേക്കാളും നല്ലത്, ഇപ്പൊ സൗകര്യങ്ങൾക്കൊന്നും കുറവില്ലല്ലോ. പഴയ കാലത്ത് കുളിക്കണമെങ്കിൽ വീട് വിട്ട് അങ്ങോട്ട് പോകണം, അവിടെ പോകാൻ ഇപ്പൊ കഴിയൂല, ഇരുട്ടാണ്. ഇപ്പൊ എല്ലാ വെളിച്ചവും സൗകര്യവും കുളിറൂമൊക്കെ നേരെ ഒന്ന് ഒരു മിനിറ്റ് വേണ്ട, ഒരു സെക്കൻഡ് കൊണ്ട് നടന്നാലെത്തുന്ന അത്രയും അടുത്ത് തന്നെയാണ്. മുഴുവനും അറ്റാച്ച്ഡ് റൂമുകളല്ലേ. സൗകര്യമാണെങ്കിൽ ഏറ്റവും അഫ്ളല്, ഏറ്റവും നല്ലത് ഭർത്താവും ഭാര്യയും ഇണചേർന്ന ശേഷം കുളിച്ചുകൊണ്ട് ഉറങ്ങലാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു 2 റക്അത്ത് നിസ്കരിച്ച് ഒന്നങ്ങനെ ഇരുന്നപ്പോ ആ ഇരുത്തത്തിൽ ഒരു തൂക്കിയുറക്കം വന്നുപോയി. തൂക്കിയുറക്കത്തിൽ മഹാനവറുകൾക്ക് ജനാബത്ത് സംഭവിച്ചു. സുബ്ഹിയാകുമ്പോ കുളിക്കാൻ എന്ന് കരുതി നീട്ടിവെച്ചില്ല. തണുത്തുകൊണ്ട് വിറവിറക്കുന്ന രാത്രിയാണ്. അനുസരണത്തിന്റെ ഊക്ക് നോക്കണം. ഉടനെ തന്നെ ജനാബത്ത് കുളിച്ചുപോയി. കുളി കഴിഞ്ഞപ്പോ പിന്നെയും 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ടല്ലോ. വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുള്ളതുപോലെ കുളി കഴിഞ്ഞാലും 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. പിന്നെയും 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അവിടെ ഇങ്ങനെ സലാം വീട്ടി ദിക്ർ ചൊല്ലി ഇരിക്കുമ്പോ ഉറക്കം വന്നുപോയി, ജനാബത്ത് സംഭവിച്ചു. പെട്ടെന്ന് തന്നെ ഉണർന്ന് വീണ്ടും തണുപ്പിൽ കുളിച്ചു. വിറവിറക്കുന്ന രൂപത്തിലുള്ള തണുപ്പാണ്. ജലാശയങ്ങൾ മുഴുവനും ഐസ് കട്ടകട്ടയായി നിൽക്കുന്ന ഒരു സമനമാണ്. അത്രയും തണുത്തൂറുന്ന കാലത്താണ്. രണ്ടാമതും കുളിച്ചു. ഇങ്ങനെ 40 തവണ നിസ്കരിച്ചു. നിസ്കരിച്ച് ഇരിക്കുമ്പോ പിന്നെയും ജനാബത്തായി, പിന്നെയും കുളിച്ചു. ശൈഖ് അവർകൾ പറയുന്നുണ്ട്, 41ാമത്തെ തവണയെങ്ങാനും ആ തണുപ്പിൽ ഞാൻ കുളിച്ചിരുന്നുവെങ്കിൽ എന്റെ റൂഹ് പിരിയുമായിരുന്നു. ഒരൊറ്റ രാത്രിയില് 40 ഫർള് കുളി അഫ്ളലായ രൂപത്തില്. എന്തൊരു അനുസരണമാണ്. ആ കുളിച്ചു കഴിഞ്ഞിട്ടൊക്കെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, 40ഉം 80 റക്അത്ത് സുന്നത്ത് നിസ്കാരം. എന്തൊരു അനുസരണമാണ്. ഒരു സുന്നത്തും വിടുന്നില്ല, ഒരു ഫർളും വിടുന്നില്ല. ഫർളും സുന്നത്തും വിട്ടുവീഴ്ച ചെയ്യാത്ത രൂപത്തിലുള്ള അനുസരണമില്ലേ, അതാണ് ഏറ്റവും നല്ല അനുസരണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, പണിക്ക് പോകുന്ന ചെറുപ്പക്കാരോട് പറയട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് തള്ളി നീക്കേണ്ടതല്ല നിസ്കാരം. പെട്ടെന്ന് നിർവഹിക്കാൻ സൗകര്യപ്പെടുമോ? പെട്ടെന്ന് നിർവഹിക്കേണ്ടതാണ് നിസ്കാരം. നിങ്ങൾ ജോലി എടുക്കുമ്പോ ആ ജോലി ഒരു വഖഫിൽ വെച്ച്, ഒരു സ്ഥാനത്ത് പൂർത്തിയാക്കി വെച്ച്, കയ്യും കാലും ഒക്കെ കഴുകി വൃത്തിയാക്കി, അതേ വേറെ നജസൊന്നും ഇല്ലെങ്കിൽ നല്ലൊരു വസ്ത്രം ധരിച്ച് ഒരു 5 മിനിറ്റ് നേരം കൊണ്ട് ഒരു ളുഹ്ർ നിസ്കരിച്ചാൽ അന്ന് കിട്ടുന്ന വേദനത്തിന് ബറക്കത്ത് പറയാൻ കഴിയില്ല. ളുഹ്റും അസ്റും ഖളാ ആകാതെ
നല്ല നിലക്ക് അതായി നിസ്കരിച്ചിട്ട് പണിയെടുത്തിട്ട് കിട്ടുന്ന കൂലിയുണ്ടല്ലോ, ആ കൂലി കൊണ്ട് മക്കളെ വളർത്തിയാൽ ആ മക്കളിൽ സ്വലാഹിയത്ത് പ്രതീക്ഷിക്കാം, അവരിൽ നന്മ ആഗ്രഹിക്കാം, അവരുടെ ഭാവിക്ക് വേണ്ടി കാത്തിരിക്കാം. വീട്ടുജോലി എടുക്കുന്ന സഹോദരിമാരെ, ഉമ്മമാരെ, ഭക്ഷണമുണ്ടാക്കിയതിന്റെ കൂലി നിസ്കാരം ഖളാക്കിയിട്ട് നഷ്ടപ്പെടുത്തരുതേ. വീട് വൃത്തിയാക്കിയതിന്റെ കൂലി നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോഴേക്ക് അസ്ർ വാങ്ങു കൊടുത്തു പോയി. ഇതുവരെ ഭക്ഷണം പാചകം ചെയ്തതിന്റെയും ഇതുവരെ വീട് വൃത്തിയാക്കിയതിന്റെയും ഇതുവരെ വസ്ത്രം അലക്കിയതിന്റെയും എല്ലാറ്റിന്റെയും കൂലി ഏറ്റവും ഖൈറുകളുടെ തലവനായ നിസ്കാരം ഖളാക്കിയിട്ട് നഷ്ടപ്പെടുത്തല്ല. ആ നിസ്കാരം സമയത്ത് തന്നെയുണ്ടോ? ഭക്ഷണമുണ്ടാക്കിയത് എത്ര ധാന്യമുണ്ട്, ഓരോ ധാന്യത്തിന് കണക്കാക്കി റബ്ബ് തആല ഉമ്മമാർക്ക് തരുന്ന കൂലിക്ക് കയ്യും കണക്കുമില്ല. എത്ര പാത്രം കഴുകിയിട്ടുണ്ട്, എത്ര നിലം അടിച്ചു വാരിയിട്ടുണ്ട്, എത്ര വസ്ത്രം അലക്കിയിട്ടുണ്ട്, എത്ര നജസുകൾ നീക്കിയിട്ടുണ്ട്, എത്ര സ്ഥലത്ത് വെള്ളം ഒഴിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്, എത്ര വീടിന്റെ ഭാഗങ്ങളൊക്കെ ആ വീടിന്റെ പല ഭാഗത്തും വരുന്ന അഴുക്കുകളും മലിനങ്ങളും ഒക്കെ നീക്കിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടോ? കണക്കനുസരിച്ച് ഒരൊറ്റ കൂലിയും നഷ്ടപ്പെട്ടു പോകൂല. പക്ഷേ നിസ്കാരമൊക്കെ പിന്തിച്ചിട്ട് ളുഹ്ർ അസ്റിനും അസ്ർ മഗ്രിബിനും മഗ്രിബ് ഇശാഇനും ഒക്കെ ആയാൽ ഈ നിർവഹിക്കുന്ന ജോലികൾക്ക് കൂലി ആഗ്രഹിക്കേണ്ട, ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതെന്റെ വകയാണെന്ന് കരുതരുത്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഉണ്ട്, ലാ ഖൈറ ഫീ ദീനിൻ ലാ സ്വലാത്ത ഫീഹാ. നിസ്കാരം ഇല്ലാത്ത ദീനില് ഒരു നന്മയുമില്ല. നിസ്കാരം ഇല്ലാത്ത ദീനാണോ നമ്മുടെ ദീന്? നിസ്കാരം ലാഘവത്തോടെ കാണുന്ന ദീനാണോ നമ്മുടെ ദീന്? നമ്മളെ ദീനിൽ ഖൈറില്ല, നമ്മളെ ദീനിന്റെ പ്രവർത്തനത്തിൽ നന്മയില്ല. പ്രായപൂർത്തിയെത്തിയതിനു ശേഷം എനിക്കൊരു നിസ്കാരവും കാരണമില്ലാതെ ഖളാ ആയിട്ടില്ലെന്ന് പറയാൻ നമുക്ക് കഴിയണം കൂട്ടുകാരെ, നമുക്ക് കഴിയണം ചെറുപ്പക്കാരികളെ. ഏത് സംഗതിക്ക് പറഞ്ഞേക്കുമ്പോഴും ഏത് വിഷയത്തിന് സ്വഹാബത്തിനെ വിടുമ്പോഴും നിസ്കാരത്തിന്റെ കാര്യം ഓർമ്മപ്പെടുത്തുന്ന നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബനൂ ഖുറൈളക്കാരുമായി ചെറുത്തുനിൽപ്പിന് വേണ്ടി സ്വഹാബത്തിനെ വിടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിർദ്ദേശം വന്നില്ലേ, ലാ തുസല്ലുൽ അസ്റ ഇല്ലാ ഫീ ബനി ഖുറൈള. വേഗം യാത്ര ചെയ്തോളൂ, ബനൂ ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ അസ്ർ നിസ്കരിക്കേണ്ട. നിസ്കാരത്തിന്റെ സംഗതി ഓർമ്മപ്പെടുത്താത്ത ഒരു വിഷയവും ഇല്ല. നോമ്പ് നോറ്റ് നടന്ന് ക്ഷീണിച്ച് അവശരായി വന്ന സ്വഹാബത്തിനെ ബദറിന്റെ തലേത് ഉറങ്ങാൻ വിട്ട നബി തങ്ങള് സുബ്ഹിന്റെ വാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ തട്ടി വിളിച്ചുണർത്തിപ്പോയി. ഒരിറ്റ് കണ്ണ് പോലും ചിമ്മാതെ രാത്രി മുഴുവനും ഉമ്മത്തിന് വേണ്ടി അള്ളാഹുവിനോട് കേണപേക്ഷ നടത്തി നിസ്കാരത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞ ലോകത്തിന്റെ നേതാവ് സുബ്ഹിന്റെ മുമ്പ് തന്നെ സ്വഹാബത്തിനെ വിളിച്ചുണർത്തിപ്പോയി.
സുബ്ഹാനല്ലാഹ് എഴുന്നേറ്റ് നോക്കുമ്പോ വുളു എടുക്കാൻ വെള്ളം തികയാത്ത അവസ്ഥയിലുള്ള സ്വഹാബത്തിന് പലർക്കും ജനാബത്തായപ്പോ കുളിക്കാൻ തന്നെ നമുക്ക് വെള്ളമില്ലല്ലോ, കുടിക്കാൻ തന്നെ വെള്ളം തികയില്ലല്ലോ, ഇപ്പൊ കുളി നിർബന്ധമായ അവസ്ഥയിലാണല്ലോ അല്ലാഹ്. അപ്പോഴേക്ക് ശൈത്താൻ വന്നിട്ട് നിങ്ങൾ ഹക്കിന്റെ പാർട്ടിക്കാരാണെങ്കിൽ കുളിക്കാൻ വെള്ളമില്ലാതെ നിങ്ങൾ കുടുങ്ങിപ്പോയില്ലേ, പിന്നെങ്ങനെ നിസ്കരിക്കാനാണ് എന്ന് മനസ്സിലൊരു വസ്വാസ് വരുത്തിയപ്പോഴേക്ക് ഞങ്ങളെ ഹക്കിന്റെ മാർഗത്തിലല്ലേ അല്ലാഹ് എന്ന് മനസ്സുകൊണ്ടവർ ചിന്തിക്കേണ്ട താമസം റബ്ബ് തആല മഴ നൽകിപ്പോയി. ഇത് യുഗശീകുമുൻ നുആസ അമനതം മിൻഹു വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുതഹിറകും ബിഹി വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ വലിയർബിത അലാ ഖുലൂബികും വയുസബ്ബിത ബിഹിൽ അഖ്ദാം. വുളു എടുത്ത് നിസ്കരിക്കാൻ നല്ല വെള്ളം കിട്ടിപ്പോയി. എന്തൊരു ഉണർവാണ് സഹാബത്തിന്റെ മനസ്സിൽ വന്നത്. അൽഹംദുലില്ലാഹ്, നമ്മൾ 100% ഹക്കിന്റെ മാർഗത്തിൽ തന്നെയാണ്, ഒരു സംശയവുമില്ല. കുടിക്കാൻ മാത്രം വെള്ളമുള്ള നമുക്ക് കുളിക്കാനും വുളു എടുക്കാനും അല്ലാഹു ഈ മണ്ണിൽ വെള്ളം തന്നെങ്കിൽ നമ്മൾ ഹക്കിന്റെ മാർഗത്തിലാണെന്നതിന് ഒരു സന്ദേഹവുമില്ല. നിങ്ങളെ മനസ്സിൽ കൂടുതൽ ഉറപ്പ് നൽകാൻ വേണ്ടി, നിങ്ങളെ മനസ്സിൽ കൂടുതൽ സ്ഥൈര്യം നൽകാൻ വേണ്ടി നല്ല മഴ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകി. നിങ്ങൾ നോക്ക്, നല്ല ഭംഗിയായിട്ട് അവർ നിസ്കരിച്ചു. എന്തൊരു സന്തോഷമാണ്. നിസ്കാരം ഖളാ ആക്കരുത്, ഒരിക്കലും നിസ്കാരം ഒഴിവാക്കരുത്. ഒരു സുന്നത്ത് നിസ്കാരത്തിനാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഈ രൂപത്തിൽ അനുസരിച്ചത്. ഒരു അഫ്ളലായ കാര്യം കിട്ടാനാണ് അനുസരിച്ചത്. 41ാമത്തെ വട്ടം ഞാൻ കുളിച്ചാൽ എന്റെ റൂഹ് പോകും. ആ ഒരു തണുപ്പുണ്ട്. എന്തായിരിക്കും ആ തണുപ്പ്? നമ്മളെ നാട്ടിലൊക്കെ അനുഭവിക്കാൻ കഴിയുമോ അങ്ങനത്തെ ഒരു തണുപ്പ്? പക്ഷെ അപ്പോഴും അനുസരണം നോക്ക് സഹോദരങ്ങളെ. ആ ജനാബത്ത് കുളിയെ സുബ്ഹിന്റെ നേരത്തേക്ക് ഭിന്നിച്ചില്ല. ജനാബത്ത് കുളി അപ്പോൾ കുളിക്കൽ നിർബന്ധമായിട്ടുണ്ടോ? ശൈഖ് ജീലാനി തങ്ങൾക്കില്ല. ആ കുളി നിർബന്ധമായി വരുന്നത് ഒരു പക്ഷേ ഓതാനോ ഫർള് നിസ്കരിക്കാനോ ഒക്കെ സമയമാകുമ്പോഴാ. പക്ഷേ അഫ്ളൽ ഇങ്ങനെയാണ്. അഫ്ളലായ അമൽ ചെയ്തിട്ട് തന്നെയുള്ള അനുസരണമില്ലേ? ഫർളും സുന്നത്തിലുമുള്ള അനുസരണം. സുന്നത്ത് നിസ്കരിക്കാനും മടി കാണിക്കരുത് സഹോദരങ്ങളെ. ഔലിയാക്കളല്ലേ ഏറ്റവും കൂടുതൽ സുന്നത്ത് നിസ്കരിച്ചത്. ഔലിയാക്കളെ നേതാക്കളിൽപ്പെട്ട നേതാവല്ലേ ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു. അവരെ കണ്ടിട്ടില്ലേ ശൈഖ് ജീലാനി തങ്ങളും മറ്റുമൊക്കെ വളർന്നത്. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 90 വർഷക്കാലം ജീവിച്ചപ്പോ 40 കൊല്ലം ഇശാ നിസ്കാരത്തിന് എടുത്ത അതേ വുളൂ കൊണ്ട് സുബ്ഹി നിസ്കരിച്ച മഹാനാണ്. അബൂ ഹനീഫ തങ്ങൾ വഫാത്തായപ്പോ അയൽവക്കത്തെ കുട്ടി ഉമ്മാനെ വിളിച്ചു ചോദിച്ചു, ഉമ്മ, എല്ലാ ദിവസവും രാത്രി ആ വീടിന്റെ മേലെ ഭാഗത്ത് ഒരു തൂണ് കാണാറുണ്ടല്ലോ. ഇവിടെ തൂണ് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? തൂണ് ആ തൂണ് കാണാറുണ്ടല്ലോ ഉമ്മ, ഇന്നെന്താണ് തൂണ് കാണാത്തത്? ഉമ്മ പറഞ്ഞു, മോനെ, അത് തൂണല്ല, ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങൾ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി നിന്ന് നിൽക്കുന്ന നൃത്തമാണ്. ഇന്നലെ മഹാന് വഫാത്തായല്ലോ. അവരുടെ മാതൃക സ്വീകരിച്ചല്ലേ ശൈഖ് ജീലാനി തങ്ങളും നലവേറും മീശാത്തോ ലുദോരുവാലെ 40 സുബ്ഹി തൊഴുതോവർ. ഇശാ
നിസ്കരിച്ച ഉളൂ കൊണ്ട് 40 കൊല്ലക്കാലം സുബ്ഹി നിസ്കരിച്ച മഹാൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്തൊരു അനുസരണമാണ്. അല്ലാഹുവിനെ അനുസരിക്കുന്നു. രാജാക്കന്മാർ പോലും രാത്രി കാണാൻ വരുന്ന ആളുകള് പുറത്തു നിൽക്കുന്ന ശിഷ്യനോട് ചോദിക്കുന്നു, എനിക്ക് ഉസ്താദിനെ ഒന്ന് കണ്ട് സംസാരിക്കണം. ആരെ? ശൈഖ് ജീലാനി തങ്ങളെ ഒന്ന് കണ്ട് സംസാരിക്കണം. പുറത്തു നിൽക്കുന്ന ഖാദിമ് പറയുന്നു, ഇപ്പോൾ കാണാൻ കഴിയൂല. ഇശാ നിസ്കാരം കഴിഞ്ഞ് മഹാനവറുകൾ മുറിയിലേക്ക് കയറി. ഇനി സുബ്ഹിന്റെ ബാങ്ക് കൊടുക്കുന്ന സമയമാകുന്നതിന്റെ അല്പം മുമ്പ് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരും. അങ്ങനെ പള്ളിയിൽ വന്നിട്ട് സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി നേതൃത്വം നൽകും, ജമാഅത്തിൽ പങ്കെടുക്കും. സുബ്ഹി നിസ്കാരവും കഴിഞ്ഞ് വീണ്ടും ഇതേ മുറിയിലേക്ക് കയറും. പിന്നെയും കുറെ നേരം അദ്കാറുകൾ ചൊല്ലാനുണ്ട്. അതും കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ രാത്രി കാണാൻ വേണ്ടി വന്ന രാജാക്കന്മാര് പലരും, വലിയ വലിയ നേതാക്കന്മാർ പലരും സുബ്ഹിന്റെ സമയം വരെ ശൈഖ് ജീലാനി തങ്ങളെ കാത്തിരിക്കുകയാണെന്ന് കാണാൻ വേണ്ടി. അവര് കാണാൻ വന്നു എന്നുള്ള നിലക്ക് അവിടുന്ന് നിസ്കാരമൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ ഒന്നും മുഖം കൊടുക്കുന്ന പരിപാടിയില്ല. അതുകൊണ്ടാണ് എത്ര പരീക്ഷണ ഘട്ടത്തിലും അനുസരിക്കണം. 2 രൂപത്തിൽ അനുസരിക്കുമ്പോഴാണ് അനുസരണം പൂർണ്ണമാവുക. ഇമാം യാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ആ 2 രൂപത്തിലും അനുസരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ചെറിയ ക്ഷീണം വരുമ്പോഴേക്ക് നമ്മളൊക്കെ മാറ്റി നിർത്തിപ്പോയി അങ്ങനെ ആകരുത്. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തൊരവസ്ഥയെ വരുന്നെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കണം. ചെരിഞ്ഞു കിടന്നും മലർന്നു കിടന്നും ഒക്കെ നിസ്കരിക്കണം. ഇങ്ങനെയാണ് അള്ളാഹു എനിക്ക് പാവത് തരുന്നത്. ഞാൻ എങ്ങനെ നിസ്കരിക്കും? ഇങ്ങനെയാണോ എനിക്ക് സുന്നത്ത് നിസ്കരിക്കാൻ കഴിയുന്നത്? ഇങ്ങനെ നിസ്കരിക്കണം. ഇങ്ങനെയും സുന്നത്ത് നിസ്കരിക്കണം. ഇങ്ങനെയും ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു തആലാക്ക് അറിയില്ല. ഞാൻ അള്ളാഹനല്ലേ അനുസരിക്കുന്നത്? നിസ്കരിക്കണം. എനിക്കിപ്പോ സുഖല്ല, ഇതൊക്കെ മാറിയിട്ടേ നിസ്കരിക്കുന്നുള്ളൂ എന്നാകരുത്. അല്ല, നിങ്ങളെ കാലിന് പിന്നെ ആക്സിഡന്റ് വെച്ച് കെട്ടിയിട്ടിരുന്നല്ലോ. അപ്പൊ നിസ്കാരൊക്കെ എങ്ങനെ? നിസ്കാരൊക്കെ ഇത് കഴിഞ്ഞിട്ട് അങ്ങ് നിസ്കരിക്കാന്ന് കരുതി കാത്തിരിക്കാന്ന് പറയും. നഊദു ബില്ലാഹ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകരുത്. ഏത് യാത്രയിലാണെങ്കിലും നിസ്കരിക്കണം. നിസ്കാരം മുടങ്ങരുത്. അത് വലിയൊരു അനുസരണമാണ്. അനുസരണങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു അനുസരണമാണ് നിസ്കാരം. അത് നമ്മളെ പിടുത്തം വിടരുത്. കൊണ്ടു നടക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എങ്ങനെയാണോ കഴിവുന്നത് ആ കഴിവനുസരിച്ച് 2 ഘട്ടത്തിൽ നമ്മൾ നല്ലോണം അനുസരിക്കണം. അബ്ദുൽ ഹവായം താസു മിൻ അബ്ദി റബ്ബിഹി ലദാ ശഹവത്തിൻ ഔ ഇൻദ സ്വദ്മി ബലിയതി. അബ്ദുൽ ഹവാ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളും അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളും 2 ഘട്ടത്തിൽ വേർതിരിയും. ഒന്ന് ലദാശഹവത്തിൻ, താല്പര്യങ്ങളുടെ ഘട്ടത്തിൽ വേർതിരിയും. ആഗ്രഹങ്ങൾ വരുമ്പോ ആഗ്രഹം അല്ലാഹു തആലാക്ക് അനുസരിക്കാൻ പറ്റുന്നതാണോ എങ്കിൽ മാത്രമേ ഞാനത് സ്വീകരിക്കുള്ളൂ എന്ന് പറയുന്ന ആളില്ലേ, അദ്ദേഹം റബ്ബിനെ അനുസരിക്കുന്ന ആളാണ്. ആഗ്രഹവും താല്പര്യവും വരുമ്പോ അള്ളാഹുവിനുള്ള അനുസരണവും മാറ്റി നിർത്തുന്ന ആളില്ലേ, അയാൾ അനുസരണത്തിൽ പഴച്ചു പോയ ആളാണ്. ശഹവത്തിന്റെ സമയത്ത് താല്പര്യം വരുമ്പോ, ആഗ്രഹം വരുമ്പോ, ഒരുപാട് വിഷയങ്ങൾ ആവശ്യങ്ങൾ വരുമ്പോ മാറിപ്പോകാത്ത അനുസരണം, അള്ളാഹുവിനെ അനുസരിക്കുന്ന അനുസരണം. എന്റെ ഇച്ഛക്കനുസരിച്ച് ഞാൻ പ്രവർത്തിക്കരുത്. ഇവിടെ എന്റെ താല്പര്യത്തിന് വിലയില്ല, എന്റെ ആഗ്രഹത്തിന് സ്ഥാനമില്ല. എന്റെ ആഗ്രഹം ഒന്നുമല്ല. അള്ളാഹു എങ്ങനെ പറഞ്ഞോ, അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെ തന്നെ അനുസരിക്കണം. അതാണ് യഥാർത്ഥ അനുസരണം. പരീക്ഷണ ഘട്ടത്തിലും അനുസരണമുണ്ടോ? പരീക്ഷണ ഘട്ടത്തിലും അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ?
മുറിയാത്ത രൂപത്തിൽ അനുസരണയുണ്ടോ? അതാണ് യഥാർത്ഥ അനുസരണം. എന്ത് പരീക്ഷണം വന്നാലും വിട്ടുവീഴ്ചയില്ലാത്ത രൂപത്തിലുള്ള അനുസരണം. രോഗമാകാം പരീക്ഷണം, ദാരിദ്ര്യമാകാം പരീക്ഷണം, വേറെ പല രൂപത്തിലുമാകാം പരീക്ഷണം. ഏത് പരീക്ഷണ ഘട്ടത്തിലും അള്ളാഹുവിനെ അനുസരിക്കാനുള്ള കഴിവുണ്ടോ? എന്നാൽ അതൊരു അനുസരണം തന്നെ.